എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം പുതുവർഷം ആരംഭിക്കാൻ പോവാണ്. അപ്പോൾ ഈ പുതുവർഷത്തിൽ നമ്മുടെ ചെടികളെല്ലാം നന്നായിട്ട് പൂത്തുലയണ്ടേ. അപ്പം നല്ലപോലെ നമ്മുടെ റോസിലൊക്കെ നല്ല കട്ട കുത്തി പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനി നല്ല വെയിൽ സമയമാണ് വരുന്നത്. അപ്പം നമ്മുടെ റോസയ്ക്കൊക്കെ നല്ലവണ്ണം വളങ്ങൾ മാറി മാറി നമ്മൾ കൊടുക്കണം. എന്നാൽ മാത്രമേ നല്ല കുലയായിട്ട് പൂക്കൾ ഉണ്ടാകത്തുള്ളൂ. പ്രത്യേകിച്ച് ഈ വെയിൽ സമയത്താണ് ഏറ്റവും കൂടുതൽ പൂക്കൾ നമുക്ക് കിട്ടുന്നത്. മഴയത്തൊക്കെ ആകുമ്പം പൂക്കളൊക്കെ വെള്ളമൊക്കെ വീണ് നനഞ്ഞ് നാശമായി പോകും അല്ലേ. ഇനിയിപ്പോൾ അങ്ങോട്ട് നല്ല വെയിലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ റോസയ്ക്കൊക്കെ നമ്മൾ വളങ്ങൾ മാറി മാറി കൊടുത്താൽ മാത്രമേ ഇതുപോലെ നല്ല കുലയായിട്ട് നമുക്ക് പൂക്കൾ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ കുലയായിട്ട് പൂക്കൾ നിൽക്കുന്ന കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. നമ്മുടെ നേഴ്സറിലൊക്കെ നിൽക്കുന്ന പോലെ തന്നെ നല്ല കട്ട കുത്തി പൂക്കൾ ഉണ്ടാവാനായിട്ട് നമ്മൾ ഇതുപോലുള്ള വളങ്ങൾ ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യാനും മറന്നുപോല്ല കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇന്ന് വളം ഉണ്ടാക്കാൻ എടുത്തേക്കുന്നത് ഉള്ളിത്തൊലിയും അതുപോലെ തന്നെ പൊട്ടറ്റോയുടെ തൊലിയുമാണ്. ഇത് രണ്ടും നമ്മുടെ ചെടികൾ ധാരാളം പൂക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നു. ധാരാളം പൊട്ടാഷ്യം, നൈട്രജനും ഫോസ്ഫറസ് കണ്ടന്റും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിനി വേണ്ട 2 കപ്പ് വെള്ളമാണ്. ചായ കുടിക്കുന്ന ഒരു കപ്പിൽ 2 കപ്പ് വെള്ളം, അത് വലിയൊരു കപ്പ് ചായ കുടിക്കുന്ന കപ്പില്ലേ, അതിൽ 2 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ട സാധനം എന്ന് വെച്ചാൽ കറുവപ്പട്ടയാണ്. അത് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിലുണ്ട് അല്ലേ, കറുവപ്പട്ടയൊക്കെ. ഈ കറുവപ്പട്ട എന്ന് പറയുന്ന സാധനം നമ്മുടെ ചെടികളിലെ ഫംഗൽ രോഗങ്ങൾ മാറ്റാനായിട്ടും അതുപോലെ തന്നെ മുരടിപ്പ് മാറ്റാനായിട്ടും പ്രാണികളുടെ ശല്യവും കീടങ്ങളുടെ ശല്യമൊക്കെ മാറ്റാനായിട്ടും വളരെയധികം നല്ലതാണ്. ഈ മുരടിപ്പും പ്രശ്നങ്ങളും ഒക്കെ മാറിയാലും കീടങ്ങളുടെ ശല്യമൊക്കെ മാറിയാൽ മാത്രമേ നമ്മുടെ ചെടികൾ നല്ലവണ്ണം ഹെൽത്തി ആയിട്ട് വളരുകയും അതിൽ മൊട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ടാകത്തുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു 2-3 കഷ്ണം പട്ട കഷ്ണം ഇട്ടിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ ഈ ഉള്ളിത്തൊലിയും പൊട്ടറ്റോയുടെ തൊലിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിക്കണം. ആദ്യം തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു ഘടകങ്ങളെല്ലാം ഈ വെള്ളത്തിലോട്ട് ഇറങ്ങത്തക്ക രീതിയിൽ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇത് ഞാൻ ഈ പറയുന്ന രീതിയിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് ഒരുപാട് പേർക്ക് അറിയാം, അവർക്കെല്ലാം ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം 5 മിനിറ്റ് ഒന്ന് തീ കുറച്ച് വെച്ച് തിളപ്പിക്കുക. ഇതിനകത്തെ എല്ലാ ഘടകങ്ങളും ആ വെള്ളത്തിലോട്ട് ഇറങ്ങണം. അപ്പം ഇന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. തണുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിനിയും ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഈ പല പല കാര്യങ്ങൾ, ഉള്ളിത്തൊലി, സവോള തൊലി, ഓരോ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന തൊലികളുണ്ടല്ലോ, പപ്പായ തൊലി, ഇങ്ങനത്തെ തൊലികളൊക്കെ നമ്മൾ കളയേണ്ട ആവശ്യമില്ല. നമുക്കിതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വീട്ടിലുണ്ടാകുന്ന മിക്ക വേസ്റ്റുകളും നമ്മുടെ ചെടികൾക്ക് വളമാക്കി നമുക്ക് കൊടുക്കാവുന്നതാണ്. നമ്മൾക്ക് എന്ന പോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് അത്യന്താപേക്ഷിതമാണ്. ഓരോ എന്താ പറയുക, മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ ധാരാളം ആവശ്യമാണ്. പ്രത്യേകിച്ച് ചെടിച്ചെടിയിൽ ഉണ്ടാകുന്ന ചെടികൾക്കാണ് ഇതെല്ലാം ആവശ്യം. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. ഈ അരിച്ചെടുത്ത വേസ്റ്റ് നമുക്ക് കളയണ്ട. ഗ്രോ ബാഗിലോ ചെടിച്ചട്ടികളിലോ ഒക്കെ ഒന്ന് ഇത് മണ്ണ് മാറ്റി കുഴിച്ചിട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് മൂടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ജൈവവളമായിട്ട് നമ്മുടെ ചെടികൾക്ക് കിട്ടും. നമ്മുടെ ചെടികൾക്ക് നല്ല വളർച്ച ഉണ്ടാകാനായിട്ട് വളരെയധികം സഹായിക്കും. അപ്പോൾ ഇതിനകത്തെ കണ്ടന്റ് എല്ലാം ഓൾറെഡി എല്ലാം നമുക്ക് ആ ഒരു എല്ലാം തിളച്ചിറങ്ങിയ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുള്ളത് കൊണ്ട് നല്ലതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഈ അരച്ചെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് കറക്റ്റ് 1 ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് സ്പ്രേ ബോട്ടിലിനകത്താക്കി സ്പ്രേ ചെയ്ത് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാം. രാവിലെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികളുടെ മുരടിപ്പും പ്രശ്നങ്ങളും ഒക്കെ മാറി ആ ചെടി ഹെൽത്തി ആയിട്ട് വളരാനും നിറയെ പൂക്കളും പൂമൊട്ടുകളും നിറയാനായിട്ട് വളരെയധികം സഹായിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ആഴ്ചയിൽ 2-3 പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഒരുപാട് മുരടിപ്പൊക്കെയുള്ള ചെടിയാണെങ്കിൽ ഞാൻ പറയില്ല, ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ആഴ്ചയിലും 15 ദിവസം കൂടുമ്പോൾ ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് അന്നത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. അന്നത്തെ കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചിട്ട് ആദ്യം പറഞ്ഞ രീതിയിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ വേണം നമുക്ക് ഈ കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് 1 കപ്പ്, ഏകദേശം മെഷർമെൻറ്റ് കപ്പിന് 1 കപ്പ് എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു 1/2 ലിറ്റർ വെള്ളവും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. കഞ്ഞിവെള്ളം എല്ലാവർക്കും അറിയാം, നമ്മുടെ ചെടികളുടെ മുരടിപ്പ് മാറാനായിട്ടും അതുപോലെ തന്നെ കീടങ്ങളുടെ ശല്യം മാറാനായിട്ടും കഞ്ഞിവെള്ളം നല്ലതാണ്. അതുപോലെ തന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് കൊടുക്കുന്ന നമ്മുടെ ചെടികൾ ധാരാളം പൂക്കൾ ഉണ്ടാവാനായിട്ടും വളരെയധികം സഹായിക്കുന്നു. ഇതുപോലെ 1 കപ്പ് വീതം എടുത്തിട്ട് മെഷർമെൻറ്റ് കപ്പിന് എടുത്തിട്ട് നമുക്ക് 1/2 ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് സ്പ്രേയറിനകത്താക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം. രാവിലെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മറക്കല്ല കേട്ടോ. ഇങ്ങനെ നമുക്ക് കൊടുക്കാം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ കഞ്ഞിവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് ഒരു 3-4 ദിവസം പുളിപ്പിക്കാൻ വെക്കാം. ഈ നമുക്ക് പട്ടയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു വെള്ളം ഉണ്ടാക്കുമ്പോൾ അതിന് ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല. 3-4-5 ദിവസം പുളിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ മെഷർമെൻറ്റ് കപ്പിന് 2 കപ്പ് എടുത്തിട്ട് അതിലേക്ക് 1 ലിറ്റർ വെള്ളം കൂടെ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ചെടികളുടെ ചോട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ ചെടികൾ ധാരാളം പൂക്കളും മൊട്ടുകളും ഉണ്ടാകാനായിട്ട് വളരെയധികം സഹായിക്കുന്നു. ചെടികളുടെ വളർച്ച വേഗത്തിലാക്കുന്നു.
അപ്പോൾ ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഓരോ കാര്യങ്ങളും നമ്മൾ മാറി മാറി ചെയ്താൽ മാത്രമേ നമ്മുടെ ആ ഒരു ചെടിയിൽ ധാരാളം പൂക്കളും മുട്ടുകളും ഒക്കെ വന്ന് നിറയത്തുള്ളൂ. ഇത് ഏത് ചെടികൾക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ പച്ചക്കറികൾക്കും ഇത് കൊടുക്കാവുന്നതാണ്. ധാരാളം കായ്വല ഉണ്ടാവാനായിട്ടും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ പച്ചമുളകും അതുപോലെ തന്നെ തക്കാളി ഇതിനൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്ന, സ്പ്രേ ചെയ്തും കൊടുക്കാം, ഒഴിച്ചും കൊടുക്കാം. ഇത് റോസയിൽ ഞാനിപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് പുളിപ്പിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞ രീതിയിൽ പുളിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തൊന്ന് ഒരു മെഷർമെൻറ്റിന് 2 കപ്പ് എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ചെടികളുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. പ്രത്യേകിച്ച് ഈ വേനൽക്കാല സമയത്ത് നമ്മുടെ ചെടികൾക്ക് നല്ലവണ്ണം ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ഇതുപോലൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തേ മതിയാവത്തുള്ളൂ. എന്നാൽ മാത്രമേ നമ്മുടെ ചെടിയിൽ പിന്നെയും പിന്നെയും പൂക്കളും മൊട്ടുകളും വന്ന് നിറയത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ.